വെറും ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കൊണ്ട് റിലേഷൻഷിപ്പ് എപ്പോഴുണ്ടാകും, ആരുടെ കൂടെ ആയിരിക്കും റിലേഷൻഷിപ്പ്, അയാൾ കാണാൻ എങ്ങനെയായിരിക്കും എന്നെല്ലാം അറിയാൻ നോക്കും. നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാനുമായി ഷെയർ ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞാൻ നിങ്ങളോട് ആസ്ട്രോ ടോക്ക് ആപ്പ് വഴി പറഞ്ഞു തരുന്നതാണ്. ഈ പറയുന്ന ആൾക്കാർ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കുന്നൊന്നും പറയണ്ട, പൈസ തരാം, നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? നാളത്തെ കാര്യം പറയാൻ പറ്റാത്ത നിങ്ങൾ എന്തിനാണ് ഈ വർഷങ്ങൾക്ക് ശേഷം ആരെ കണ്ടുമുട്ടും, എങ്ങനെ കണ്ടുമുട്ടും, അയാൾ എങ്ങനെ ഇരിക്കുന്ന ആളായിരിക്കും എന്നൊക്കെ പറയുന്നത്? എങ്കിൽ പിന്നെ കോവിഡ് ഉണ്ടാവുന്നതിന് മുമ്പും സുനാമി ഉണ്ടാവുന്നതിനൊക്കെ മുമ്പ് നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. ചിലപ്പോൾ കൊറോണ വൈറസിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കും പറയാൻ പറ്റാതെ പോയത്. 6G 7G എങ്ങനെ ഡെവലപ്പ് ചെയ്യാനും ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും എങ്ങനെ ആളെ കയറ്റി അയക്കാനും ഈ ലോകം മുഴുവൻ പഠനം നടത്തുമ്പോഴാണ് ഈ മെസ്സേജ് 10 പേർക്ക് അയച്ചില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ പൊട്ടിത്തെറിക്കും, നിങ്ങളുടെ കാലൊടിയോ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തന്മാർ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നത്. ഇതാരുടെയും വിശ്വാസങ്ങളെ ഹനിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല, പക്ഷേ വിശ്വാസമാകാം, അത് അന്ധമാകരുത്. 36 വയസ്സായിട്ടും ചൊവ്വാദോഷത്തിന്റെ പേര് പെണ്ണ് കെട്ടാത്തൊരു സുഹൃത്ത് എനിക്കുണ്ട്. മിക്കവാറും വീഡിയോയുടെ താഴെ വന്ന് കമന്റും ചെയ്യും. ചൊവ്വാദോഷവും ജാതകവും ഒക്കെ പൊരുത്തപ്പെട്ടാൽ മാത്രമേ കല്യാണം കഴിപ്പിക്കൂ എന്നും പറഞ്ഞിരുന്ന വീട്ടുകാർക്ക് ഇപ്പൊ എങ്ങനെങ്കിലും അവനൊരു കല്യാണം കഴിച്ച് കണ്ടാൽ മതി എന്നുള്ള അവസ്ഥയിലാണ്. ഒരു കല്യാണത്തിനോ വീട് വെക്കാനോ വണ്ടി വാങ്ങാനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ജനന സമയവും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും എല്ലാം ഒരു 5 പേരുടെ കൊടുക്കുക. ഇതുപോലുള്ള ഒരു 5 പേരുടെ കൊടുക്കുക. ഇവർ 5 പേരും പറഞ്ഞ 5 അഭിപ്രായമായിരിക്കും. നിങ്ങൾ ഇതിൽ ആരെ വിശ്വസിക്കും? ഇതിൽ ഏത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കും? അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പിറകെ പോയി നിങ്ങളുടെ ജീവിതവും സമയവും കളയരുത്.